Welcome all. Now we are going to discuss the squeeze theorem in Riemann integrals. The statement is, a function f from ab to r belongs to Rab if and only if for every epsilon greater than 0 there exist functions alpha epsilon and omega epsilon in Rab with alpha epsilon of x is less than or equal to f of x less than or equal to omega epsilon of x for all x element of ab and such that integral a to b omega epsilon minus alpha epsilon is less than epsilon. അപ്പോൾ ഇവിടെ സ്ക്യൂസ് തിയറം പറയണത് ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻസ് തന്നെയാണ്. എഫ് RABയിൽ ഉണ്ടെങ്കിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഫോർ എവറി എപ്സിലോൺ നമുക്ക് ആൽഫ എപ്സിലോൺ ഒമേഗ എപ്സിലോൺ എന്ന് പറയുന്ന റീമാൻ ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഇവരുടെ രണ്ടുപേരുടെ ഇടയിലായിരിക്കും എഫ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ബിക്ക് ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോണ് നമ്മളെടുത്ത എപ്സിലോണിനേക്കാൾ താഴെയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നെസസറി പാർട്ടിൻ്റെ പ്രൂഫ് നോക്കാം. സപ്പോസ് എഫ് എലമെൻറ്റ് ഓഫ് RAB സപ്പോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൽഫ എപ്സിലോൺ ഒമേഗ എപ്സിലോൺ എന്ന് പറയുന്ന രണ്ട് റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസിനെ കണ്ടുപിടിക്കണം സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവരെ എഫ് ആയിട്ട് തന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിയറം ഫോളോസ് ക്ലിയർലി. അതായത് ആൽഫ എപ്സിലോൺ ഈക്വൽ ടു ഒമേഗ എപ്സിലോൺ ഈക്വൽ ടു എഫ് ആയിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ എഫ് RABയിൽ ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്ത കാരണം ഇവർ രണ്ടുപേരും RABയിൽ ഉണ്ടെന്ന് കിട്ടി. ആൻഡ് ഇവർ മൂന്ന് പേരും സെയിം ആയതുകൊണ്ട് നമുക്ക് ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ എപ്സിലോൺ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും ക്ലിയർലി ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് AB. ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ എന്ന് പറയുന്നത് ഒമേഗ എപ്സിലോണും ആൽഫ എപ്സിലോണും സെയിം ആയതുകൊണ്ട് അത് 0 ആണ് കിട്ടുക വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ക്ലിയർലി. അപ്പോൾ നമുക്ക് വേണ്ട കണ്ടീഷൻസ് ഹോൾഡ് ചെയ്തിട്ടുള്ള ആൽഫ എപ്സിലോണും ഒമേഗ എപ്സിലോണും കിട്ടി. അത് എഫ് തന്നെ ആയിട്ട് ചൂസ് ചെയ്താൽ മതി. സോ ഇതാണ് നെസസറി പാർട്ട്. ഇനി കോൺവേഴ്സ്ലി സപ്പോസ് ചെയ്യുക. എന്താണ് സപ്പോസ് ചെയ്യേണ്ടത്? ഫോർ എവറി എപ്സിലോൺ ദർ എക്സിസ് ആൽഫ എപ്സിലോൺ ആൻഡ് ഒമേഗ എപ്സിലോൺ ഇൻ RAB വിത്ത് ദാറ്റ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളൊരു എപ്സിലോൺ ചൂസ് ചെയ്തു. ആ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ എപ്സിലോൺ ഉണ്ട്, ഒമേഗ എപ്സിലോൺ ഉണ്ട് RABയിൽ സാറ്റിസ്ഫൈങ് ദാറ്റ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ആൽഫ എപ്സിലോണും ഒമേഗ എപ്സിലോണും RABയിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എപ്സിലോൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ എപ്സിലോണിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഡെഫിനിഷനാണ്, യൂസിങ് ഡെഫിനിഷനാണ് പറയുന്നത്. ആൽഫ എപ്സിലോണും RABയിലാണ്, ഒമേഗ എപ്സിലോണും RABയിലാണെന്ന് പറയുമ്പോൾ ഫോർ എവറി എപ്സിലോൺ ദർ എക്സിസ്റ്റ് ഡെൽറ്റ എപ്സിലോൺ സച്ച് ദാറ്റ് if P dot is any tagged partition of AB with norm less than delta epsilon, we can write modulus of S alpha epsilon P dot minus integral A to B alpha epsilon is less than epsilon and modulus of S omega epsilon P dot minus integral A to B omega epsilon is less than epsilon. ഓക്കെ, ഇവിടെ നമ്മുടെ ഫങ്ഷൻസ് ആൽഫ എപ്സിലോണും ഒമേഗ എപ്സിലോണും ഉള്ളത് നമ്മൾ റീമാൻ ഇൻറ്റഗ്രബിൾ ആണ് എന്നുള്ളൊരു കാര്യം ഡെഫിനിഷൻ യൂസ് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഈ രണ്ട് മോഡുലസും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2. ഇനി ഇതിൻ്റെ കൂടെ നമ്മുടെ അസംഷൻ ആയിട്ടുള്ള ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ എപ്സിലോൺ ഓഫ് എക്സ് എന്നുള്ളതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് റീമാൻ സമ്മിൻ്റെ ഒരു ഇനീക്വാളിറ്റി കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അതായത് ആൽഫ എപ്സിലോണും എഫും ഒമേഗ എപ്സിലോണും ഈ ഒരു റിലേഷൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ റിലേഷനിൽ തന്നെയായിരിക്കും അവരുടെ റീമാൻ സംസും കറസ്പോണ്ടിങ് ടു ദ പാർട്ടീഷൻ P ഡോട്ടിൽ ഉണ്ടാവാം. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ഈ 3 ഇക്വേഷൻസും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് താഴെ എഴുതിയിട്ടുള്ളത്. അതായത് ഇൻ്റഗ്രൽ A ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എസ് ആൽഫ എപ്സിലോൺ P ഡോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഓഫ് P ഡോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഒമേഗ എപ്സിലോൺ P ഡോട്ട് ലെസ് ദാൻ ഇൻ്റഗ്രൽ A ടു ബി ഒമേഗ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ. ഇതിൽ നിന്ന് നമുക്ക് ലെഫ്റ്റും റൈറ്റും സെൻറ്റർ പോർഷനും എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ A ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എസ് എഫ് P ഡോട്ട് ലെസ് ദാൻ ഇൻ്റഗ്രൽ A ടു ബി ഒമേഗ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 4. ഈ ഒരു ഇനീക്വാളിറ്റി ഇക്വേഷൻ നമ്പർ 4 നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫോർ എനി പാർട്ടീഷൻ P ഡോട്ട് ഫോർ എനി ടാഗ്ഡ് പാർട്ടീഷൻ P ഡോട്ട് ഓഫ് AB വിത്ത് നോം P ഡോട്ട് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആയിട്ടുള്ള ഏതൊരു പാർട്ടീഷനും നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 4 ട്രൂ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേപോലെ നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആയിട്ടുള്ള വേറൊരു ടാഗ്ഡ് പാർട്ടീഷൻ Q ഡോട്ടിനെ കൂടെ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ Q ഡോട്ടിനും നമുക്ക് ഇതേപോലെ ഇക്വേഷൻ നമ്പർ 4 എഴുതിയ പോലെ തന്നെ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. അതായത് ഇൻ്റഗ്രൽ A ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എസ് എഫ് Q ഡോട്ട് ലെസ് ദാൻ ഇൻ്റഗ്രൽ A ടു ബി ഒമേഗ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും.
ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ പി ഡോട്ടും ക്യൂ ഡോട്ടും രണ്ട് ടാഗഡ് പാർട്ടീഷൻസ് ആണ് എ ബിയുടെ വിത്ത് നോംസ് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആൻഡ് സാറ്റിസ്ഫൈങ് കണ്ടീഷൻസ്, സാറ്റിസ്ഫൈങ് ഇക്വേഷൻസ്, സാറ്റിസ്ഫൈങ് ഇനീക്വാലിറ്റീസ് 4 and 5. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൽ നിന്നും നമുക്ക് മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട് കാണാൻ പറ്റും. കാരണം രണ്ടും ഇരിക്കുന്നത് ഒരേ റേഞ്ചിലാണ്, എസ് എഫ് പി ഡോട്ടും എസ് എഫ് ക്യൂ ഡോട്ടും ഇരിക്കുന്നത്. സോ മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് എപ്സിലോൺ. ഓക്കെ, ഇതിൽ റൈറ്റ് സൈഡ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ. പക്ഷേ നമുക്ക് ഓൾറെഡി അറിയാം ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെസ് ദാൻ 3 എപ്സിലോൺ എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട് ഈസ് ലെസ് ദാൻ 3 എപ്സിലോൺ ഫോർ എവറി ടാഗ്ഡ് പാർട്ടീഷൻസ് പി ഡോട്ട് ആൻഡ് ക്യൂ ഡോട്ട് ഓഫ് എ ബി വിത്ത് നോംസ് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ. അപ്പോൾ എല്ലാ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഡെൽറ്റ എപ്സിലോണിന് കിട്ടി. സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ മീൻസ് by Cauchy criterion we can say that f is clearly Riemann integrable over AB. Okay, thank you.